ഹായ്, എല്ലാവർക്കും ഫിറോസ് ഫുഡ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് സമൂസയാണ്. അടിപൊളി ആയിട്ടുള്ളൊരു ബീഫ് സമൂസയാണ്. ഇപ്പോൾ റമദാൻ ടൈമൊക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഒരു ബീഫ് സമൂസ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് ഒരു മലബാർ സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നത് ഒന്ന് നോക്കാം. ആദ്യം ബീഫ് വേവിക്കാൻ വേണ്ടി പാനിൽ വെള്ളം ഒഴിച്ച് അതിലേക്ക് 200 ഗ്രാം ബോൺലെസ് ബീഫ് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത്. അതിപ്പോൾ നമുക്ക് വേവിച്ചെടുക്കണം. ഈ കുക്കറിലാണെങ്കിൽ ഒരു 6-7 വിസിലിട്ടാൽ മതിയാവും. 1 ടേബിൾ സ്പൂൺ ഗാർലിക് ജിഞ്ചർ, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിൽ മസാല ഉണ്ടാക്കാൻ വേണ്ടി 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ 3 മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 6 പച്ചമുളക് അതും ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. സമൂസ കുറച്ച് മറ്റേ വീട്ടിൽ പച്ചമുളക് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതേപോലെ 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക്, ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഈ ഉള്ളി കൂടുതൽ വെന്ത് പോരുത്. നമ്മൾ കറക്കിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അത്ര വേണ്ട ആവശ്യമില്ല. ഇത് ഏകദേശം നമ്മുടെ വേവായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഇതിലേക്ക് കുറച്ച് മല്ലിയില, ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള കറിവേപ്പില, ഇതാണ് നമ്മൾ സമൂസ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സമൂസ ലീവ്സ്. ഇത് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇതാണ് മൈദ പേസ്റ്റ്. മൈദയിലേക്ക് വെള്ളം വെച്ചൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ഇനി ഈ ഫില്ലിങ് ഈ സമൂസയിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കോൺ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതേപോലെ തന്നെ കറക്റ്റ് പിടിച്ച് അതിൻ്റെ ഒരു സൈഡിൽ മൈദ പുരട്ടി പൊട്ടിച്ചു കൊടുക്കുക. കഴിയുന്നതും ഈ 3 കോണുകളിലും ഗ്യാപ്പ് വരാണ്ട് ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ, അല്ലെങ്കിൽ അതുവഴി നമ്മുടെ ഫില്ലിങ്സ് താഴെ പോകും. നല്ല പനോലപ്പടങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഷേപ്പിൽ മടക്കിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ലാസ്റ്റ് വരുന്ന സൈഡിൽ നമുക്ക് മൈദ തേച്ചിട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ബാക്കിയൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. നമുക്കൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. മസാല ഉണ്ടാക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്, പൊരിക്കാൻ വേണ്ടി സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഇതിട്ട് എടുത്ത് പൊരിച്ചെടുക്കാം. ഇത് പൊരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം, ഓവർ വെന്ത് പോകരുത്. എന്നുവെച്ചാൽ നമ്മൾ ഈ സമൂസ ലീഫ് വാങ്ങിയിട്ട് ചെയ്യുമ്പോൾ ഓവർ വെന്ത് പോയത് പപ്പടം പൊടിയുന്നതിനൊക്കെ പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഓവർ വെന്ത് പോയത് ശ്രദ്ധിക്കാം. ഓൾറെഡി നമ്മളുടെ ഉള്ളിലുള്ള ഫില്ലിങ്സൊക്കെ വേവിച്ചതാണല്ലോ. ജസ്റ്റ് ഈ സമൂസൻ്റെ ലീഫ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് മറിച്ച് കൊടുക്കാം. നമുക്ക് വേവായി, നമുക്കിതെടുക്കാം.
ഇപ്പം നമ്മുടെ അടിപൊളി ബീഫ് സമൂസ റെഡി ആയിട്ട് കണ്ടില്ലേ, കറക്റ്റ് പാകമാണ്. അപ്പോൾ റമദാൻ കാലമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവരൊക്കെ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. ബീഫ് ഉണ്ടാക്കുന്നതിന് മാത്രമേ ഒരു ഇതേ ഉള്ളൂ. ബീഫിൻ്റെ വേവിനനുസരിച്ച് കുക്കറിലിട്ട് ചെയ്തെടുത്താൽ മതി. കുക്കറിൽ ചെയ്യുമ്പോൾ ഒരു മറ്റേ 6 വിസിലിട്ടാൽ മതിയോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് എന്തായാലും ഇടണം. നല്ലതാണോ ചീത്താണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് കമൻറ്റ് ഇടുക. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, ബൈ.